ഹലോ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ ലാലിച്ചനെ തെരഞ്ഞുപോയ ആ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡാട്ടോ. ഇതിന് തൊട്ടു മുമ്പേ ഞാൻ ആ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ലാലിച്ചനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. തൻ്റെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. ലാലിച്ചൻ അതൊരു ഷോക്കായിരുന്നു. തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആ മകൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഒരുപാട് നീറിപ്പുകഞ്ഞു കഴിയായിരുന്നു. വൈജയന്തി മറ്റൊരു വിവാഹം കഴിച്ചു പോയെന്നറിയാം. എന്നാൽ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? ഞങ്ങൾ രണ്ടുപേരും ആഗ്രയിലുണ്ടായിരുന്ന സമയത്ത് എത്രമാത്രം ആഗ്രഹിച്ചും ഓമനിച്ചായിരുന്നു. ആ കുഞ്ഞിനെ വയറ്റിലുള്ളപ്പോൾ തന്നെ ഒരുപാട് സ്നേഹം കൊടുത്തായിരുന്നു. പിന്നീട് തൻ്റെ ജീവിതവും മാറി മറിഞ്ഞു. അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവളുടെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ ആ കാര്യം ലാലിച്ചൻ ഓർക്കാണ്. ആഗ്രയിൽ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന വൈജയന്തിയെ അടുത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പോയി പെട്ടെന്ന് തിരികെ വരാം. 1-2 ദിവസത്തെ കാര്യമുള്ളല്ലേ വൈജയെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? എന്നാലും ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ലാലിച്ച, സഹായത്തിന് ആരുണ്ട്? എന്നതൊക്കെ ഞാനിവിടെ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരികെ വരാം എന്ന് പറയുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വന്നാലല്ലേ നമ്മുടെ രജിസ്റ്റർ മാരേജ് നടക്കും. അതുവരെ നമ്മൾ നിയമപരമായി ഭാര്യയും ഭർത്താവല്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ലാലിച്ചൻ പോകുന്നത്. പോവാൻ നേരം അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ഒരു ഉമ്മ നൽകിയിട്ട് വൈജിയോട് പറയും, ടെൻഷൻ ആവരുത്, ടെൻഷനായാൽ നമ്മുടെ മോൾക്ക് അത് ബാധിക്കും. ഓ, ലാലിച്ചൻ അങ്ങ് തീരുമാനിച്ചോ ഇത് മോളാണെന്ന്? അതെ, നിന്നെപ്പോലെ ഒരു സുന്ദരി മോളെയാ എനിക്ക് വേണ്ടത്. നന്മയും സ്നേഹവും ഒക്കെയുള്ള എൻ്റെ പൊന്നു മോൾ തന്നെയാ ഇതെന്ന് പറഞ്ഞ് വയറ്റിലും ഒരു ഉമ്മ കൊടുത്തിട്ടാട്ടോ ലാലിച്ചൻ പോകുന്നത്. ലാലിച്ചൻ അതെല്ലാം ഒരു സ്വപ്നം പോലെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ലാലിച്ചൻ അവളോട് യാത്ര പറഞ്ഞു പോവാൻ നേരം ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. വഴിയിൽ വെച്ചോ ഒരു ലോറി തൻ്റെ മുമ്പിലേക്ക് പാഞ്ഞു വരുന്നത് മാത്രമേ ലാലിച്ചന് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എവിടേക്കോ പല ഭാഗത്തായിട്ട് വേദനയുണ്ട്. അങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ഹോസ്പിറ്റലാണെന്ന കാര്യം മനസ്സിലായി. സംസാരിക്കാനോ ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്നാൽ കഴിഞ്ഞതെല്ലാം നല്ല ഓർമ്മയുണ്ട്. വൈജയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? അവൾ എവിടെയാണ്? അവൾക്കിപ്പോൾ ആരുണ്ട് കൂട്ടിന് എന്ന വേവലാതി മാത്രമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ 3 മാസങ്ങളെടുത്തു. സംസാരവും ബോധവും ഒക്കെ തന്നെ തിരികെ വരണം അത്രയും ദിവസങ്ങളെടുത്തു. എണീക്കാൻ പറ്റിയ ഉടനെ തന്നെ വൈജി അന്വേഷിച്ചാണ് താൻ പോയത്. അപ്പോഴേക്കും അവൾ എന്നെ കൈവിട്ടു പോയിരുന്നു. അപ്പോഴും തൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, തൻ്റെ മകൾ എവിടെ? അവൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഇതെല്ലാം ഓർത്ത് ലാലിച്ചൻ തൻ്റെ ഓഫീസിൽ ഭദ്രമായി വെച്ചിരുന്ന ഒരു ആൽബം എടുക്കുന്നുണ്ട്. അതിലേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈജ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴും താങ്കൾ രണ്ടുപേരുള്ള ഒരുപാട് ഫോട്ടോസുകൾ, അതെല്ലാം കാണുമ്പോൾ പഴയ കാലങ്ങളിലേക്ക് പോവും. ചിലപ്പോൾ ദേഷ്യവും സങ്കടവും വരും. അങ്ങനെ സങ്കടം വരുന്നതുകൊണ്ട് തന്നെ ആ ഫോട്ടോകളൊന്നും ലാലിച്ചൻ നോക്കാറില്ല. ദേ ഇപ്പോൾ തങ്ങളുടെ മകള് ജീവിച്ചിരിപ്പുണ്ടെന്നും അവളിപ്പോൾ അവളുടെ കൂടെ തന്നെ അമ്മയുടെ കൂടെ ഉണ്ടെന്നും അമ്മയ്ക്ക് അറിയില്ല മോൾ ആരാണെന്ന്. ആ രീതിയിൽ ആ വീട്ടിലുണ്ടെന്ന കാര്യം അറിഞ്ഞതോടുകൂടെ ലാലിച്ചൻ അവളെ വല്ലാതെ കാണാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ജോലി കൊടുത്ത് അവളിവിടെ വരുത്തണം. എനിക്കെൻ്റെ മോളെ കാണണം. എൻ്റെ മറ്റുള്ളവരറിഞ്ഞ് തന്നെ ജീവിതം തകരും. കുടുംബം തന്നെ എല്ലാവരും കൂടെ പഴിച്ചേർത്തും. അതുകൊണ്ട് തൽക്കാലം അലീന ആരാണെന്ന സത്യം മറച്ചു വെക്കാൻ തന്നെ ലാലിച്ചൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ലാലിച്ചനാണ് ഒന്നും ചിന്തിക്കാതെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഈ സമയത്തിന് വീട്ടിലെത്തിക്കാണും. വീട്ടിലെത്തിയപ്പാട് വൈജി ചോദിക്കുന്നുണ്ട്, എവിടേക്കാ ബാലചന്ദ്രൻ പോയത്? ഒരു മുന്നറിയിപ്പുമില്ലാതെ. അങ്ങനെ എവിടെ പോണെങ്കിലും നിന്നെ അറിയിക്കണമെന്നുണ്ടോ? അല്ല, ആ സെർവൻറ്റിനെ പറഞ്ഞു വിടണ്ടേ എന്ന് ചോദിക്കാം. വിട്ടോ, നീയല്ലേ അവളെ പറഞ്ഞു വിടാനായിട്ട് തുനിയുന്നത്? നിനക്ക് വേണ്ടെങ്കിൽ നീ പറഞ്ഞു വിട്ടോ. ഈ വീട്ടിലെ ജോലിയൊക്കെ ഇനിവിടെ മറ്റൊരു ജോലിക്കാരെ നിർത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഇത് കേട്ടതും വൈജ പറയും, അതെങ്ങനെ ശരിയാവും? എനിക്ക് ബാങ്കിൽ പോകണ്ടേ? അതുപോലെ ബാലചന്ദ്രനും മക്കൾക്കും സ്കൂളിലും കോളേജിലൊക്കെ പോകണം. എല്ലാം കൂടെ എനിക്ക് നോക്കി നടത്താൻ പറ്റുമോ? പിന്നെന്തിനാ ഇപ്പോഴുള്ള വേലക്കാരി നീ പറഞ്ഞു വിടുന്നത്? അവൾ വേണ്ട, അവളേക്കാൾ പ്രായം കൂടിയ ഒരാൾ മതി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. ലാലിച്ചൻ ചിന്തിക്കാൻ ലാലിച്ചൻ്റെ ഫ്രണ്ടിനെ ആദ്യം വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട്. അതിനെന്താ ലാലിച്ച, നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് ഒഴിവുകളുണ്ടല്ലോ. പിന്നെ എന്തിനാ എൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലി അന്വേഷിച്ച് വിളിക്കുന്നത്? അതല്ല, ഇവിടെ ജോലിക്ക് നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെന്താ, അങ്ങനത്തെ ഒരാളാണോ വരുന്നത്? അങ്ങനെയല്ല, എൻ്റെ
ബന്ധുവായ ഒരു കുട്ടി തന്നെയാണ്. പക്ഷേ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന പറയുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും കുറച്ചിലുണ്ടാവുമോ എന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ലാലിച്ചൻ്റെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഷെറീനെ നോക്കാനായിട്ട് ഒരാൾ വേണം. അവൾക്ക് അത്രയും കെയർ കൊടുക്കേണ്ട ഒരു സമയമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് അരികിലേക്ക് ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലീനയെ ആ ഒരു വേഷത്തിൽ അവിടേക്ക് എത്തിച്ചാലോ, തൻ്റെ തറവാട്ടിലാവുമ്പോൾ അവൾക്കത് വലിയ ആശ്വാസമാവും. തൻ്റെ അമ്മയെയും കൂടെപ്പിറപ്പുകളെയും അച്ഛനൊക്കെ അവൾക്ക് കാണാം. പക്ഷേ ഈ രഹസ്യം അവളുടെ മനസ്സിൽ തന്നെ ഇരിക്കണമെന്ന് ആദ്യം തന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയണം. അങ്ങനെ ആ അമ്മ ഈ കാര്യം പറഞ്ഞിരുന്നുണ്ട് ലാലിച്ചൻ്റെ അടുത്ത്. ഏതെങ്കിലും ഒരാളെ, ഒരു ഹോം നേഴ്സിനെ വീട്ടിലേക്ക് വേണം. ഷെറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കൂടെ വേണേ അവളുടെ മനസ്സിനിണങ്ങിയ ഒരാളായിരിക്കണമെന്ന് ഈ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് നോക്കുമ്പോൾ അലീന അതിനെ മിടുക്കിയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ലാലിച്ചൻ നേരെ ഫോണെടുത്ത് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഹലോ, ആരാന്ന് പറയുമ്പോൾ ഞാൻ ലാലിച്ചനാണ്, നേരത്തെ നമ്പർ തന്നായിരുന്നല്ലോ. ആ മനസ്സിലായി. എന്താ നിങ്ങൾ തീരുമാനിച്ചോ? നിങ്ങൾ ആലോചിച്ചോ? അതെ, എൻ്റെ വീട്ടിലേക്ക് ഒരു ഹോം നേഴ്സിന് ആവശ്യമുണ്ടെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് വിളിച്ചായിരുന്നു. തൽക്കാലം അലീന ആ പേരിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ്. ഓ, അപ്പോൾ ഇവിടെയും അവൾ ഹോം നേഴ്സ് തന്നെ? അവിടെയും ജോലി അത് തന്നെയാണോ? അതിപ്പോൾ എനിക്കറിയാലോ എൻ്റെ മോളാണെന്ന്. എൻ്റെ തറവാട്ടിലേക്കാണ് ഞാൻ അവളെ കൊണ്ടുവരുന്നത്. പിന്നെ പതിയെ ഞാൻ എല്ലാവരോടും പറയും അതാരാണെന്ന കാര്യം. ഓ ശരി, എന്നാലായിക്കോട്ടെ. നാളെ തന്നെ അലീനയെ ഞാൻ അവിടെ എത്തിക്കാമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഇവിടെ കൂടി വരുന്നുണ്ട് വൈജന്തി. എന്താ നിങ്ങൾ പറഞ്ഞത്? അലീനയെ എത്തിക്കാന്നു? അപ്പോൾ അവൾക്ക് പുതിയൊരു ജോലി നിങ്ങൾ ശരിയാക്കി കൊടുത്തല്ലേ? ഓ, ഇനിയിപ്പോൾ എൻ്റെ കണ്ണ് പേടിച്ച് നിങ്ങൾക്ക് കാണുകയും വീണ്ടൊക്കെ ചെയ്യലോ, അതിനുള്ള സൂത്രപ്പണിയല്ലേ? എന്തറിഞ്ഞിട്ടാ വൈജയ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ സംസാരം കുറച്ച് കൂടി പോകുന്നുണ്ടെന്ന് പറയാണ്. അവൾ എവിടെയെങ്കിലും ജോലിക്ക് നിന്നോട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു അലീനയ്ക്ക് പറ്റിയ എന്തെങ്കിലും ആ ഒരു പെൺകുട്ടി ഹോം നേഴ്സായിട്ട് വീട്ടിലേക്ക് വേണമെന്ന്. ആ സമയത്ത് അലീനയെ ഓർമ്മ വന്നത്. നീ അല്ല ഇവിടെ നിന്ന് അവളെ പിരിച്ചുവിടുന്നത്. അപ്പോൾ അവൾ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. എന്നാലും നിങ്ങൾ അവൾക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആരാ അവളെന്ന് ചോദിക്കുമ്പോൾ വൈജയ് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് കൂടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് അങ്ങ് പോകുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നാളെ എല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. നിന്റെ അച്ഛനെ കണ്ടായിരുന്നു. തൻ്റെ അച്ഛനെ കണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അത്ഭുതത്തോടു കൂടി അലീന അയാളുടെ മുഖത്തേക്ക് നോക്കാം. അതെ, നിന്റെ അച്ഛനെ ഞാൻ കണ്ടു. പാവമാണ്, നിന്നെ അയാൾ സ്വീകരിക്കും. പക്ഷേ ഇപ്പം നീ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ നോക്കാനായിട്ട് വേണം നീ പോവാൻ ഹോം നേഴ്സായിട്ട്. തൽക്കാലം അങ്ങനെ ആവട്ടെ എന്ന് കരുതി സ്വന്തം തറവാട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പതിയെ നിന്നെക്കുറിച്ച് വീട്ടിലൊക്കെ പറയാമെന്നാ പറഞ്ഞത്. നിന്നെ കാണാനായിട്ട് ആൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്നോട് ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു. തൽക്കാലം മോളെ അത്ര പെട്ടെന്ന് കാണേണ്ടെന്ന് കരുതി ഞാൻ ഫോട്ടോ ഒന്നും കാണിച്ചില്ല. പിന്നെ എൻ്റെ ഫോണിൽ നിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. തൽക്കാലം നാളെ വരുമ്പോൾ കാണാമെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടതും അലീനക്കും തൻ്റെ അച്ഛനെ കാണാൻ വലിയ ആഗ്രഹം തോന്നാട്ടാ. സാറേ, സാറിനെ പോലെയാണോ എൻ്റെ അച്ഛൻ? എന്ത് ചോദ്യമായത്? എന്നെപ്പോലെയാണെന്നോ? അലീനയുടെ അച്ഛൻ അലീനയെ പോലെ തന്നെ നല്ല സുന്ദരനാ എന്ന് പറയുന്നുണ്ട്. വേണ്ട, എനിക്ക് ഈ അച്ഛനെ പോലെ ഒരു അച്ഛനെ മതി. ഇത്രയും സ്നേഹവും സാമീപ്യവും ഒക്കെയുള്ള ഈ അച്ഛനെ പോലെ മാത്രം മതി എന്ന് പറയുമ്പോൾ അതൊക്കെ നാളെ നിനക്ക് ചെല്ലുമ്പോൾ നേരിട്ട് കാണാമല്ലോ എന്ന് പറയാം. അന്ന് രാത്രി അലീനയ്ക്കാണെങ്കിലോ ഉറക്കം വരുന്നില്ല കേട്ടോ. തൻ്റെ അച്ഛനെ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു അത്ഭുതം ഒക്കെ അവളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അന്ന് രാവിലെ എങ്ങനെയൊക്കെയോ അലീന നേരം വെളുപ്പിച്ചതാ. ആ സമയത്ത് മുത്തശ്ശി അവളോട് ചോദിക്കും, അലീന കൊച്ചേ, ഈ നാളെ പോവാണല്ലേ? നിന്നെ ഇവിടെ ആർക്കും വേണ്ടാതായി. എൻ്റെ മുത്തശ്ശി, എന്നെക്കുറിച്ച് അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മാഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്? സാറുമായിട്ട് എനിക്ക് അവിഹിതമുണ്ടെന്ന് വരെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്നു. സ്വന്തം അച്ഛനെ പോലെയല്ലേ ഞാൻ ബാലചന്ദ്രൻ സാറിനെ കണ്ടിട്ടുള്ളത്? അവളുടെ നാക്ക് അങ്ങനെയാ. അത് കരുതി മോൾക്ക് ഇത്രയും പെട്ടെന്ന് പോകണം. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചല്ലോ. മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറി എണീറ്റ് നടക്കുമ്പോഴേ ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ? ദേ ഇപ്പോൾ പയറുമണി പോലെ മുത്തശ്ശി നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ഒക്കെ ശരിയാ, ഈ പോയാൽ മുത്തശ്ശിയെ മറക്കൂ? ഇല്ല, ഈ മുത്തശ്ശി കാണാൻ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞ് മുത്തശ്ശി ചേർത്ത് പിടിക്കുന്നുണ്ട്. രാവിലെ എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടാണ് അലീന പോകുന്നത്. മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം കുറേയൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. വല്ല മുത്തശ്ശി ഇനി അവിടേക്ക് പോകുമോ? മനുച്ചേട്ടൻ്റെ വീട്ടിലേക്ക്? അത് ചിലപ്പോൾ പോയിരിക്കാം. ഇവിടെ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. കമലയുടെ താണ് സഹിക്കാൻ വയ്യാത്തത്. മുത്തശ്ശി അവിടെ ഇവിടേക്ക് മാറി നിന്നോളൂ കേട്ടോ, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അവളുടെ അടുത്ത്, മോളെ നീ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ, എന്നെ മറക്കല്ലേ എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലാക്കാം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയും, അതെന്തിനാ? അവൾക്ക് എന്താ തനിയെ പോകാൻ അറിയില്ലേ? അന്നിവിടുന്ന് പോയപ്പോൾ ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പോയത്.
പോകുന്നത്. എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ ഓംനീസായിട്ട് പോകുന്നത്. അപ്പോൾ അവൾക്ക് വീടും സ്ഥലമൊന്നും അറിയില്ലല്ലോ. അതൊന്നും വേണ്ട, ബാലചന്ദ്രൻ അഡ്രസ്സ് കൊടുത്താൽ മതി, അവൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. അങ്ങനെ ബാലചന്ദ്രൻ നിവർത്തിയില്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഇത്ര അടുത്തുണ്ടായിട്ടും സ്വന്തം മോളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരമ്മ, നീയൊക്കെ എങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് എന്നൊക്കെ ഓർത്ത് അവളത്തെ നോക്കുമ്പോൾ വൈജു ചോദിക്കും, എന്താ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് വൈജു ചോദിക്കുമ്പോൾ, എനിക്കെന്താ തന്നെ നോക്കാൻ പാടില്ല, താൻ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കാണ്. ഓ, പെട്ടെന്നൊരു സ്നേഹം എവിടെ നിന്നാണാവോ? അതെ, എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം മറച്ചു വെച്ചു. എന്നെ ചതിച്ചത് നിങ്ങൾ പലരുമാണെന്ന് പറയുമ്പോൾ വൈജയന്തി നട്ടലോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? എന്തോ ഒരു മുള്ളും മുനയും വെച്ചുള്ള സംസാരം. ഓ, എല്ലാം നിനക്കറിയാലോ, പിന്നെ എൻ്റെ വാക്കുകൊണ്ട് നീ പറയിപ്പിക്കണോ എന്ന് ചോദിച്ച് പെട്ടെന്ന് തന്നെ കാറെടുത്ത് പോകുന്നുണ്ട്. അലീനയാണെങ്കിലോ ആ അഡ്രസ്സ് നോക്കി അവിടേക്ക് എത്താണ് കേട്ടോ. അവിടെ വലിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾ ഭയത്തോടു കൂടെ ചുറ്റുപാടും നോക്കുന്നുണ്ട്. അലീന അവിടെ എത്തിയോ ഇല്ലോ എന്നറിയാൻ ബാലചന്ദ്രൻ ലാലിച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ അവളെ കൊണ്ടുവരുന്നെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്കതിന് കഴിഞ്ഞില്ല, വൈജ എന്നെ തടഞ്ഞു. അതോടുകൂടെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണമെന്ന് കരുതിയിട്ട് ഞാനത് തൽക്കാലം ഞാനല്ല അവളെ കൊണ്ടുവിട്ടത്, അവൾ തനിയെ വന്നതാ. ആ സമയത്ത് CCTV നോക്കുമ്പോൾ ലാലിച്ചൻ പുറത്തൊരു പെൺകുട്ടി ബാഗുമായി നിൽക്കുന്ന കാണാം. അവിടെ പുറത്ത് ഒരു പെൺകുട്ടിയുണ്ട്, നീല ചുരിദാർ അണിഞ്ഞ. അതെ, അത് അവൾ തന്നെയാണെന്ന് പറയാം. അങ്ങനെ ലാലിച്ചൻ സെക്യൂരിറ്റിക്കാരനോട് പറയും, പുറത്തൊരു പെൺകുട്ടി നിൽപ്പുണ്ടല്ലോ, ആരാ എന്താന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് കയറി വിട്ടോളൂ എന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ വന്ന് ചോദിക്കുന്നതിനടുത്ത്, ഇതാണ് സ്റ്റൈലിൻ്റെ ഓഫീസ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. അതെ, അകത്തേക്ക് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗ്ലാസ് തള്ളി തുറന്ന് അലീന അകത്തേക്ക് വരുമ്പോൾ അവളെ തന്നെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്ന തൻ്റെ സ്വന്തം അച്ഛനെ കണ്ട് അവൾ കണ്ണു നിറഞ്ഞ് കയ്യിലുള്ള ബാഗെല്ലാം താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. മോളെ എന്നൊരു വിളിയായിരുന്നു ലാലിച്ചന്. താൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തൻ്റെ മോളെ, തൻ്റെ പൊന്നുമോൾ തൻ്റെ കൺമുമ്പിൽ വൈജയുടെ അതേ രൂപം പോലെയാണ് കേട്ടോ ലാലിച്ചൻ തോന്നുന്നത്. അയാളിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ഓടി വന്ന് അയാളുടെ മാറിലേക്ക് വീഴുന്നുണ്ട് അലീന. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, പരസ്പരം ഒന്നും മിണ്ടാനാവാതെ. ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു? നീ ജീവിച്ചിരിക്കേണ്ട കാര്യം പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 22 വർഷങ്ങൾ ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ലായിരുന്നു, ഒരു അനാഥയാക്കില്ലായിരുന്നു. ഈ അച്ഛൻ നോക്കുമായിരുന്നു നിന്നെ, എൻ്റെ പൊന്നുമോളെ ഞാൻ നോക്കുമായിരുന്നു. ഒരു വിവാഹമേ വേണ്ടെന്ന് വെക്കുമായിരുന്നു നിനക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആരും അറിയിച്ചില്ല, ആരും ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. ഇത്രയും സ്നേഹനിധിയായ അച്ഛന് അമ്മയ്ക്കുമിടയിൽ എന്താണ് സംഭവിച്ചെന്നറിയാതെ ഉള്ളൊരുക്കി അലീന ആ മാറിലേക്ക് ചാഞ്ഞു കിടക്ക ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. താൻ 22 വർഷങ്ങൾ അനുഭവിക്കാത്ത ഒരു സ്നേഹവും കരുതലും അന്നേരം അലീന അനുഭവിക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് അവളെ അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് അന്ന് എൻ്റെ മകളാണെന്ന കാര്യമായിരുന്നു. ഞാൻ ആലോചിച്ച് എത്രയോ സ്വപ്നം കണ്ടായിരുന്നു, ഞാനും വൈജിയും നീയുള്ള ജീവിതം. പക്ഷേ എല്ലാം ഒരു ദുരന്തം കൊണ്ട് അവസാനിച്ചില്ലേ? നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, പക്ഷേ എനിക്കറിയണം. അതെ മോളെ, അവൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിച്ചു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല എന്ന് പറയാണ്. അച്ഛനെന്തേ അമ്മയെ അന്വേഷിച്ച് വരാഞ്ഞത്? അതൊക്കെ വലിയ കഥയാണ് മോളെ. പാതി എല്ലാം ഞാൻ നിന്നോട് പറയാം. ഇപ്പോൾ വാ, നമുക്ക് പോവാം വീട്ടിലേക്കെന്ന് പറയുന്നുണ്ട്. തൽക്കാലം മോളെ ഈ കാര്യം ആരോടും പറയരുത്. ഞാൻ നിൻ്റെ അച്ഛനാണെന്നോ നീ എൻ്റെ മകളാണെന്നോ ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാവും നിനക്ക്. അന്നേരം നമ്മൾ അച്ഛനും മോള് മാത്രം അറിഞ്ഞാൽ മതി. പതിയെ നീ എൻ്റെ മോളാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു തറവാട്ടിലേക്ക് അലീനയെ കൊണ്ടുപോവാണ്. അവിടുത്തെ അമ്മയ്ക്കൊക്കെ ഇത് ഒരു സെർവൻ്റാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഷെറിനെ നോക്കാനായിട്ട് വന്നതാണ്, ഇവൾ നന്നായിട്ട് കെയർ ചെയ്തോളും, മറ്റു വീട്ടിലൊക്കെ നിന്ന് നല്ല പരിചയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് ഇങ്ങനെ നോക്കി നിന്ന് പോവാട്ടോ മുത്തശ്ശി. കുട്ടി ഒരു സെർവൻ്റാണെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഈ കുട്ടിയെ കണ്ട നല്ല തറവാട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിട്ടേ തോന്നുള്ളൂ. അമ്മച്ചി ഇതൊന്നും ആലോചിക്കേണ്ട, ഇവളെ അകത്തേക്ക് കൊണ്ടുപോ, അലീനയുടെ ബാഗൊക്കെ എടുക്കാം എന്ന് ഡ്രൈവറോട് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ലാലിച്ചൻ്റെ ഒരു റൂം തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ. തൽക്കാലം ലാലിച്ചൻ അവളോട് നീ ഈ റൂം ഉപയോഗിച്ചോ. അപ്പോൾ ഞാൻ മറ്റൊരു റൂം ഉപയോഗിച്ചാൽ, അയ്യോ അത് വേണ്ട, ഷെറിൻ ചേച്ചി എവിടെയാണോ അവിടെ തന്നെ ഞാൻ നിന്നോളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷെറിനെ കണ്ടതും നമ്മുടെ അന്തം വിട്ട് നിൽക്കണം കേട്ടോ. ഷെറിൻ എന്ന് പറഞ്ഞാൽ മാമച്ചൻ്റെ വീട്ടിലെ മകൻ്റെ ഒരു കാമുകിയായിരുന്നു ഷെറിൻ, ഇവളുടെ സ്വന്തം അപ്പച്ചി അതാണ് കേട്ടോ. ഷെറിനെ കണ്ടതും ആകെ ഷോക്കായി നട്ടിത്തരിച്ച് നിൽക്കാണ് കേട്ടോ അലീന. ഷെറിൻ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൂടെ വന്ന സ്ത്രീയോട്. അതെ, മോൾക്ക് അറിയാമോ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണു നിറഞ്ഞ് പറയാം. അതേ മോളെ, വിവാഹം ഉറപ്പിച്ചിരുന്നു. ജീവന് തുല്യം സ്നേഹിച്ച ഒരാളുമായിട്ട് വിവാഹത്തിന് കുറച്ചു മുമ്പേ അവൻ ആക്സിഡൻറ്റ് മരിച്ചുപോയി. പാവം,
എന്തൊക്കെയോ അനുഭവിച്ചെന്നറിയോ. ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ മുറിവ് ഉടങ്ങിയിട്ടില്ല. രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അന്നേരം അലീനയുടെ മനസ്സിൽ. പാവം എന്തെല്ലാം അനുഭവിച്ചു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞെവിടെയാണെന്ന് അറിയാത്തതിൻ്റെ ആയിരിക്കും മാനസിക ഭ്രതി വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ അലീന അരികിലേക്ക് ചെല്ലുമ്പോൾ പേടിയോടുകൂടെ ഷെറിൻ പിന്നോട്ട് മാറാട്ടോ. ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ അപ്പച്ചിയല്ലേ, ഞാനെന്തിനാ ഉപദ്രവിക്കുന്നേ, ഞാനേ ഷെറിൻ ചേച്ചിയെ നന്നായിട്ട് നോക്കാൻ വന്നതാട്ടോ. എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഷെറിൻ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചാണെന്ന കാര്യം മനസ്സിലാവാം. അതൊക്കെ കണ്ടെത്താനല്ലേ ഈ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിനെ അതുപോലെ തന്നെ ജിജോ ചേട്ടനെ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുക. ഇത് കേട്ടതും അത്ഭുതത്തോടു കൂടി അലീനയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ട്. എൻ്റെ അപ്പച്ചി വിഷമിക്കേണ്ടാട്ടോ, ഈ അലീനയുണ്ട് കൂടെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ആ കയ്യിൽ പിടിക്കുമ്പോൾ ഷെറിന് പുതിയൊരു ജീവൻ കിട്ടിയ പോലെ തോന്നാണ്. തൻ്റെ ജീവിതം മാറിമറിയാൻ വരുന്നെന്ന് അവളുടെ മനസ്സ് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം മുടിയെല്ലാം ആദ്യം ചീകി ഒതുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ കൊണ്ടുവന്ന് മുടിയെല്ലാം നന്നാക്കിയതിന് ശേഷം ഈ ഡ്രസ്സൊക്കെ മാറി നമുക്ക് കുളിച്ച് സുന്ദരിയാവാം എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഷെറിനെ പഴയ ഷെറീനാക്കിക്കൊണ്ട് അലീന വരുമ്പോൾ അവളുടെ മുഖത്തേക്കും മാറി നോക്കുന്നുണ്ട്. അവളുടെ മുത്തശ്ശിട്ടോ, അച്ഛൻ്റെ അമ്മ നോക്കുന്നുണ്ട്. എന്തൊരു മാറ്റാത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മോളെ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇങ്ങനെ കെയർ ചെയ്താൽ ഇങ്ങനെ തന്നെ നല്ലതുപോലെ ഇരിക്കുമല്ലോ എൻ്റെ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടേക്ക് നോക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ലാലിച്ചൻ്റെ റൂമിൽ കയറി പോകുമ്പോൾ ലാലിച്ചൻ്റെ ഭാര്യയും മക്കളും കൂടെ പിണങ്ങി മറ്റൊരു വീട്ടിലായിരിക്കും താമസം. ലാലിച്ചനുമായിട്ട് അവർക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ഒരു കുഴനാട് പോലെ കിടക്കണമെന്ന കാര്യം അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഷെൽഫിൽ ഒരു ഡയറിയും അതിലെ കുറച്ച് ഫോട്ടോസും കാണുമ്പോൾ തന്നെ അലീന അതെടുത്ത് നോക്കണം. അത് മറ്റാരായിരിക്കില്ല, ലാലിച്ചന് പൊന്നു പോലെ സൂക്ഷിച്ച വൈജയുടെയും അലീനയുടെയും അതുപോലെ അവൻ്റെയും ആ ഒരു നല്ല നിമിഷങ്ങളാട്ടോ. അലീന വൈജയുടെ വയറ്റിലായിരിക്കും ആ ഒരു സമയത്ത്. ആ വയറ്റിൽ പിടിച്ച് നിൽക്കുന്ന അലീനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഫോട്ടോ കണ്ടതും കണ്ണ് നിറഞ്ഞ് അലീന സ്നേഹത്തോടെ അതിലേക്ക് നോക്കുക. ഭാഗ്യമില്ല, ഇത്രയും സ്നേഹനിധിയായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് ജീവിക്കാൻ തനിക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. അച്ഛൻ ഒരിടത്ത്, അമ്മ ഒരിടത്ത്, മകളും ഒരിടത്ത്, 22 വർഷങ്ങൾ അന്യരെ പോലെ ജീവിച്ചവർ. എൻ്റെ അമ്മയ്ക്കും അച്ഛനുമിടയിൽ എന്ത് സംഭവിച്ചാലും അവർ ഇനി ഒരിക്കലും ഒരുമിക്കാൻ പോകുന്നില്ല കാര്യം അലീനയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കാട്ടോ. തൻ്റെ അമ്മയും അച്ഛനും തന്നെ വയറ്റിലുള്ള സമയത്ത് എത്രമാത്രം സ്നേഹിച്ചെന്ന കാര്യം അലീനയ്ക്ക് ബോധ്യമാവുന്നുണ്ട്. ഇപ്പോഴും തൻ്റെ അമ്മയ്ക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഒരുപക്ഷെ അലീന തൻ്റെ താൻ പ്രസവിച്ച സ്വന്തം മകളാണെന്ന് അറിയുമ്പോൾ ഒരുപാട് തന്നെ സ്നേഹിക്കും, ഇഷ്ടപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്.